കഴിഞ്ഞ ഒരു 6 മാസത്തെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്, പിണറായി സർക്കാരിന് തിരിച്ചടികളുടെ കാലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതിൽ ഒന്നായിരുന്നു നവകേരള സർവേ എന്ന് പറയുന്നത്, നവകേരള സിറ്റിസൻസ് റെസ്പോൺസ് പ്രോഗ്രാം. അതായത് സർക്കാർ ചെലവിൽ ഒരു സർവേ നടത്താൻ പിണറായി സർക്കാർ ആലോചിക്കുന്നു. അതിന്റെ ആദ്യ ഘട്ടം തുടങ്ങുന്നു, പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കുന്നു. പക്ഷേ ഇതിന് തടയിട്ടുകൊണ്ട് കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ പറഞ്ഞ നവകേരള സർവേയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ പിണറായി സർക്കാരിന്റെ അത്യാഡംബര ദൂർത്തിന്റെ പട്ടികയിൽ ഒന്നുകൂടി ഇടം നേടിയിരിക്കുന്നു അല്ലെ? അതെ, ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം അടുത്ത ഒരു നാടകം കൂടി പൊളിഞ്ഞിരിക്കുകയാണ് നവകേരള സർവേ. അതായത് തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് അതിന് ആ ഒരു റെസ്പോൺസ് കിട്ടാൻ, റിവ്യൂ കിട്ടാൻ വേണ്ടി ഇവരുടേതായിട്ടുള്ള തന്നെ കുറച്ച് കുട്ടി സഹാക്കന്മാരെ ഒരുക്കി ജനങ്ങളിലേക്ക് വിടുകയാണ്. അതിനുവേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെ 20 കോടി, ആകെ ചിലവായത് 13.5 കോടി. ഇതൊക്കെ ആരുടെ കാശാണ്? നമ്മുടെ തന്നെയല്ലേ? അതെ. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ? അതെ, പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പോലും നമ്മൾ പൊതുജനം പണം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. അതെ, ഇപ്പോൾ ഇതിന്റെ ചെലവ് കണക്കുകൾ വായിക്കുകയാണെങ്കിൽ 13.04 കോടി രൂപ, 13,04,00,000 രൂപ സംസ്ഥാന സർക്കാർ ചെലവാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ബ്രോഷറുകൾക്കായി 5,54,00,000 രൂപയാണ് ബ്രോഷറുകൾക്കായി ചെലവാക്കിയിട്ടുള്ളത്. കത്തുകൾക്ക് വേണ്ടി 1 കോടി രൂപ. ഈ പറഞ്ഞ ആശിക്ക് നേരത്തെ സൂചിപ്പിച്ച കുട്ടി സഖാക്കന്മാർ, വോളണ്ടിയർമാരുടെ യാത്രയ്ക്ക് വേണ്ടി 1,45,00,000 രൂപയാണ് ചെലവാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ, ഇത് പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഈ കണക്ക് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പക്ഷെ പൂർത്തിയാക്കിയിട്ടില്ല. എന്നാൽ ഇത്രയും പണത്തിന്റെ കണക്ക്, ഇത്രയും പണം ഖജനാവിൽ നിന്ന് എടുത്തതിന്റെ ഉത്തരം ആര് പറയും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഒരു കടം എടുത്തതിന് ബാക്കി ബാധ്യത നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതെ, കേന്ദ്രത്തിൽ നിന്നും ലോകബാങ്കിൽ നിന്നും കടമെടുക്കുന്നതിന്റെ തോത് വീണ്ടും കൂടും. അത് മാത്രമല്ല, ഇനി വരുന്ന സർക്കാരിന്റെ തലയിലാകും ഈ ഒരു ബാധ്യത. കഴിഞ്ഞ ബജറ്റിൽ കുറെ പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. അതും നടത്തണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇനി UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ കഴിഞ്ഞ ബാധ്യതകൾ തീർക്കുക, ഈ പറഞ്ഞ കടം തീർക്കുക, അതുപോലെ തന്നെ ഈ പ്രഖ്യാപിച്ചു വെച്ച പദ്ധതികളെല്ലാം പൂർത്തിയാക്കുക. അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ UDF സർക്കാർ വന്ന് ഞങ്ങളുടെ പദ്ധതികളെല്ലാം അട്ടിമറിച്ചു എന്നുള്ള കഥ കൂടെ കേൾക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ കംപ്ലീറ്റ് ഒരു മാനേജ്മെന്റ് കൃത്യമായി ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് തുടങ്ങിയതോ ഇന്നലെ തുടങ്ങിയതോ അല്ല. എനിക്ക് തോന്നുന്നു ഇത് ലൈംലൈറ്റ്, ഇവരുടെ ദൂർത്തിന്റെ കഥകൾ ലൈംലൈറ്റിൽ വന്നു തുടങ്ങിയത് നവകേരള യാത്ര സമയത്തായിരുന്നു. ഒരിക്കലും മറക്കാത്ത ദൂരങ്ങൾ അല്ലെ? മലയാളി മറക്കില്ല. അതെ, ഒരു കറങ്ങുന്ന കസേരയുള്ള ബസ് കയറി ഇറങ്ങാൻ സ്റ്റെപ്പിന് പകരം എസ്കലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പുള്ള 1,05,00,000 രൂപയുടെ നവകേരള ബസ് 583 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിൽ അക്രമങ്ങൾ ഉണ്ടായത്. അതെ, സ്വാഭാവികമായിട്ടും. അതെ, ഈ മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും ഒരുമിച്ച് സഞ്ചരിക്കുന്ന എല്ലാവിധ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ബാത്റൂം ഫിറ്റ് ചെയ്ത, ഈ പറഞ്ഞ വേർട്ടിക്കലായിട്ടുള്ള ലിഫ്റ്റുള്ള, കംപ്ലീറ്റ്ലി ഒരു രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള ഒരു ബസ് നിരത്തിലേക്ക് ഇറങ്ങുന്നു. അത് പിന്നീട് മ്യൂസിയത്തിലൊക്കെ ഇരിക്കുമെന്ന് മന്ത്രിമാർ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും പൊതുജനം പ്രതികരിക്കും, യുവജന സംഘടനകൾ പ്രതികരിക്കും. കോൺഗ്രസിന്റെ തന്നെ യുവജന സംഘടനകൾ തീർച്ചയായും പ്രതികരിച്ചിരുന്നു. കരിങ്കൊടി കാണിക്കുന്നത് പോലുള്ള സാധാരണ ഒരു ജനാധിപത്യത്തിൽ നടക്കുന്ന പ്രതിഷേധ മുറകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെല്ലാം കൈകാര്യം ചെയ്ത രീതി നമ്മൾ കണ്ടിരുന്നു. പോലീസിനെയും കൂടെയുള്ള കുട്ടി സഹാക്കന്മാരെയും മുതിർന്ന സഹാക്കന്മാരെയും വിട്ട് നിഷ്കരണം അടിച്ചമർത്തുകയായിരുന്നു. ആ ഒരു സമയത്ത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ ASI കോൺഗ്രസ് പ്രവർത്തകരുടെ തല അടിച്ചു പൊളിക്കുന്ന ലൈവായിട്ട് കണ്ടിരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ റിപ്പോർട്ട് ചെയ്യാൻ പോയ ജേർണലിസ്റ്റുകൾക്കെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്ത് ഇതുപോലെ നവകേരള ബസ് എത്തി റിപ്പോർട്ട് ചെയ്യാൻ വന്ന ജേർണലിസ്റ്റിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് ഈ പോലീസുകാരൻ പുറത്തേക്ക് തള്ളിയത്. ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു നടപടി എടുത്തില്ല. കാരണം എന്താ? മുഖ്യമന്ത്രിയുടെ സുരക്ഷയാണല്ലോ ഏറ്റവും വലുത്. രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തനം. അതെ, അത് മാത്രമല്ല മേഘ, നിങ്ങൾ നവകേരള യാത്ര കണ്ടു. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനസമ്പർക്ക പരിപാടി നടന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ. എത്ര കോടി
ചെലവാക്കിയിട്ടുണ്ട്. ആ ഏതെങ്കിലും ജനത്തിന്റെ നികുതി പണം ഇതിനു വേണ്ടി പാഴാക്കിയിട്ടുണ്ടോ? കെട്ടിക്കിടക്കുന്ന പരാതി തീർപ്പാക്കാൻ വേണ്ടിയാണ് നവകേരള യാത്ര നടത്തിയതെന്നാണ് പറയുന്നത്. ഓരോ ജില്ലകളിലും താലൂക്കും ജില്ലയും തിരിച്ച് അദാലത്ത് സംഘടിപ്പിച്ചു. പരാതികൾ ഉടനെ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. എത്ര പരാതികൾ പരിഹരിച്ചു? പക്ഷെ അതേസമയം കയ്യിലെത്തുന്ന നിവേദനങ്ങൾക്ക് ഉടൻ മറുപടി കൊടുക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. അതുപോലെയാണ് ഇത് നടന്നത്. അതെ, നമ്മൾ പി സി വിഷ്ണുനാഥിന്റെ പോഡ്കാസ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു സ്ഥലത്ത്, ഞാൻ ഓർക്കുന്നില്ല, ജനസമ്പർക്ക പരിപാടി നടക്കുന്നു, തലേദിവസം വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയ പരിപാടി അടുത്ത ദിവസം ഉച്ചയ്ക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, രാത്രി മുഴുവൻ നടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വന്നു. അദ്ദേഹം ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിയിട്ട് എണീക്കുമ്പോഴും വീണ്ടും ഉമ്മൻചാണ്ടി അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഓർമ്മകളാണ്. ഇത്തരത്തിൽ ജനസമ്പർക്കം നടത്തിയിരുന്ന ജനങ്ങൾക്ക് പ്രിയങ്കരനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ബസ്സിൽ കയറി പോകുന്ന ഒരു ആർഭാടവും അധികാര ദുർവിനിയോഗമാണിത്. അതെ, അതിനുശേഷം ഇത് വരുന്നു, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം. സാധാരണ മനുഷ്യരോട്, പാവപ്പെട്ട മനുഷ്യരോട് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്ന് മാത്രമേ ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോഴും അതിദരിദ്രർ കേരളത്തിലുണ്ട്. പക്ഷെ അതിനെ ആദ്യമായി അതിദരിദ്ര നിർമ്മാർജ്ജനം നടത്തിയ സംസ്ഥാനം, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തു. ഈ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ബലി കൊടുത്തത് കുറെ കുടുംബങ്ങളെ ആയിരുന്നു. പോട്ടെ, ഇതിന്റെ പ്രഖ്യാപനത്തിനായി എത്ര കോടി രൂപയാണ് സ്റ്റേജ് കെട്ടാനും ഒരു പ്രഖ്യാപനത്തിനും വേണ്ടി മാത്രമായി ചെലവഴിച്ചത്. ഈ പണം കൊണ്ട് അവർക്ക് അരി മേടിച്ചു കൊടുത്തെങ്കിൽ ഈ പറഞ്ഞ 2 ദിവസം ദാരിദ്ര്യമില്ലാതെ അവർ കഴിഞ്ഞേനെ, പട്ടിണി ഇല്ലാതെ കഴിഞ്ഞേനെ. ഇത്തരത്തിൽ കുറെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു PR വർക്കിന് വേണ്ടി കുറെ ചെയ്തതിന്റെ എല്ലാം ജനം അനുഭവിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിലായിരുന്നു ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞല്ലോ, കോടികളുടെ മതിപ്പിക്കുന്ന കോടികളുടെ ഒരു കണക്ക്. ഈ ഒരു കോടികൾ ജനക്ഷേമത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ നവകേരള സർവേ എന്നുള്ള ഒരു പ്രഹസനം അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ജനങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് സർക്കാരിന് ഏത് സർക്കാർ വരണമെന്ന് അവർ ചൂസ് ചെയ്യില്ലേ? അല്ലാതെ ഈ സർവേ കണക്കോടെ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോ പട്ടിണി അനുഭവിക്കുന്നവർക്ക് അരിയും താമസിക്കാനുള്ളവർക്ക് വീടും പാർപ്പിടവും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു സർക്കാരിനല്ലേ ജനങ്ങൾ ചൂസ് ചെയ്യൂ. അല്ലാതെ അവർ അടിച്ചമർത്തുന്ന, അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കുന്ന സർക്കാരിനെ അവർ വേണമെന്ന് ആഗ്രഹിക്കുമോ? ആ ഈ PR വേണ്ടിയും ഇതുപോലത്തെ ഓരോ സർവേ യാത്ര, അതുപോലുള്ള ഈ ആഗോള അയ്യപ്പ സംഘം, അതുപോലുള്ള ഓരോ പരിപാടികൾക്കും വേണ്ടി മാറ്റി വെച്ചിരുന്ന കോടികൾ ജനക്ഷേമത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അതാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. അത് പക്ഷേ ഇതുപോലുള്ള ഓരോ പരിപാടികളിലൂടെയാണ് ഈ ഭരണാധികാരികളുടെ ഉള്ളിലിരിപ്പ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതെ അതെ, ഈ തൊഴിലാളി വർഗ പാർട്ടി എന്ന പേരിൽ അധികാരത്തിൽ വരുന്നു. ഇല്ല, ഇനി അങ്ങനെ ഒരു പാർട്ടി ഇല്ല. തൊഴിലാളി വർഗ പാർട്ടി അല്ല. ഞങ്ങളുടെ അടുത്ത് പാവപ്പെട്ടവരില്ല എന്നുള്ള ഗോവിന്ദമാഷിന്റെ ഒരു പ്രതികരണം ശ്രദ്ധിച്ചു കാണും. ഞങ്ങളുടെ അടുത്ത് പാവപ്പെട്ടവരില്ല. കാരണം എന്താ? സഹക്കന്മാർ പാവപ്പെട്ടവരല്ല. മിനി കൂപ്പർ വരെ ഓടിച്ചു നടക്കുന്ന സഹക്കന്മാരുള്ള കാലമാണ്. അതെ അതെ, ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പാർട്ടിയോ സർക്കാരോ ആയിരുന്നില്ല. ഇതിന്റെ എല്ലാം തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്നത്. അത് നമുക്ക് കൃത്യമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസക്കുറവ് വോട്ടെടുപ്പിന് ശേഷം കൃത്യമായി തന്നെ പ്രകടമാണ്. അപ്പോഴാണ് UDF പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് 100-ലധികം സീറ്റ് നേടി, അല്ലെങ്കിൽ 85+ സീറ്റുകൾ നേടി ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരാനുള്ള സാധ്യത പറയുന്നത്. VD സതീശനൊക്കെ പറയുന്നത് പോലെ കാസർഗോഡ് നിന്ന് എണ്ണി എറണാകുളം എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇടതുപക്ഷം ചെയ്തതിന്റെ ഫലം തന്നെയാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും എനിക്കൊന്ന് കോൺഗ്രസ്സുകാര് പോലും ഞെട്ടിപ്പോയി, എന്താ സംഭവിക്കുന്നത് എന്നുള്ളതായത് ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ പിഴവ് തന്നെയാണ്. ഈ ശരിക്കുമുള്ള സഖാക്കന്മാർ, ആത്മാർത്ഥമായി കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ വീണ്ടും പിണറായി സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉണ്ടെങ്കിൽ, ഇല്ലാത്തൊരു പക്ഷമുണ്ട്, ആഷിക്ക് പറയുന്നത് ശരിയാണ്, ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതവർ ചെയ്തിട്ടില്ല. അപ്പോൾ പാർട്ടി തന്നെയാണ് ഈ പറഞ്ഞ 3ാം സർക്കാർ വരാതിരിക്കാനുള്ള എല്ലാ വഴിയും വെട്ടിവെച്ചത്. ഇനി യഥാർത്ഥ സഖാക്കന്മാർ ഇനി 3ാം പിണറായി സർക്കാർ വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഇനിയും കൂടി ഒരു സർക്കാർ കൂടി വന്നാൽ ഈ പാർട്ടി നശിക്കും എന്നുള്ളതാണ്. ഇപ്പോ മേഘ പറഞ്ഞല്ലോ, ഈ പാർട്ടിയെ തിരുത്താൻ വരുന്നവർ, ഈ പാർട്ടിയെ തിരുത്താൻ വരുന്നവരെ വർഗവഞ്ചകരാക്കി പുറന്തള്ളുന്ന പാർട്ടിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ CPM.
ഒന്നോ രണ്ടോ ഒരു മൂന്നോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അപ്പന്റെ സുഭദ്രയുടെ ഒരു ട്രസ്റ്റില് ഈ സഖാക്കളുടെ, അതായത് ഈ ചെറുപ്പകാലം മുതലേ പാർട്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന ജീവശ്വാസമായി കാണുന്ന പ്രവർത്തകരെ അംഗീകരിക്കണമെന്നില്ല. ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചട്ടക്കൂടുകൾ നിർമ്മിക്കുന്നു. അതിനുള്ളിലാണ് ഇപ്പൊ ഈ വിങ്ങി കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ പറയുന്ന ആത്മാർത്ഥതയുള്ള സഹാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ. അതെ, അത് തന്നെയാണ് പാർട്ടിയുടെ പതനത്തിനുള്ള ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടി എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ UDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ ചാൻസ് ഉണ്ട്. നവകേരള സർവേക്ക് വേണ്ടി ചിലവഴിച്ച കോടികളുടെ കണക്ക് അടുത്ത സർക്കാരിൻ്റെ തലയിലേക്ക് തള്ളപ്പെടും. അപ്പോൾ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓരോ പദ്ധതികളും നടക്കാതെ പോയാൽ അത് ഈ LDFന് ഒരു ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണമാകും, UDFനെ തരം താഴ്ത്താൻ ഒരു കാരണമാകും. അതുകൂടിയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ബജറ്റ് അവതരിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ, ആ ഒരു ബജറ്റിൽ പൂർണ്ണമായും നടത്താൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്നുള്ള ഉറപ്പുള്ള ഒരു ബജറ്റാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ വരില്ല, ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പോടെ മനസ്സിലായി നമ്മളുടെ കയ്യിൽ നിന്ന് സംഭവം പോയി, ഇനി വരുന്നവന്മാർ അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇതിനെ UDF തരണം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ തരണം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പാർട്ടിക്ക് ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ UDFന്റെ വരും നാളുകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്.